കരയുന്നത് ബലഹീനതയാണോ? സത്യമറിയാം. ഇസ് ക്രൈങ് എ സൈൻ ഓഫ് വീക്ക്നെസ്? ദ ട്രൂത്ത് റിവീൽഡ്. ചിലപ്പോൾ ആളുകൾ കരയുമ്പോൾ നമ്മുടെ ചുറ്റുള്ള ആൾക്കാർ പറയും, അവളെപ്പോഴും കരയുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അവൾക്ക് എപ്പോഴും വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആണുങ്ങളാണ് കരയണ വെച്ചാൽ, ആണുങ്ങൾ കരയണ വെച്ചാൽ ഇനിയിപ്പോൾ ആലോചിക്കാൻ കൂടി വയ്യ, അവനെ ഒട്ടും സ്ട്രോങ് അല്ല, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സൊസൈറ്റി നമുക്ക് കൽപ്പിച്ച് തരണ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ കരയുക എന്നുള്ളത് ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷനാണോ, അല്ലെങ്കിൽ അയാൾക്കാളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ കരയുന്നത്? നമ്മൾ കരയുമ്പോൾ എന്താണ്, നമ്മൾ മറ്റുള്ളവർ നമ്മളെ ഹോപ്പ്ലെസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര വീക്കാണ് എന്ന് തെറ്റിദ്ധരിക്കും. കറക്റ്റ് അല്ലേ? പക്ഷെ ശരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമൂഹം മനുഷ്യൻ്റെ വികാരങ്ങളെ എപ്പോഴും അടക്കി വെപ്പിക്കാനായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? പക്ഷെ വികാരങ്ങൾ നമ്മൾ അടക്കി വെച്ചാൽ എന്താണ്, സ്ട്രെസ്സ് കൂടും, ആങ്സൈറ്റിയും വരാം, മനസ്സിന് കൂടുതലായിട്ട് ഭാരം തോന്നും. പെട്ടെന്ന് കരയുന്ന ആളുകൾ എന്ന് പറയുന്നത് അവർ കൂടുതൽ എംപതറ്റിക് ആയിരിക്കും. കരയുന്നതൊരു ദുർബലതയൊന്നും അല്ല കേട്ടോ. ശരിക്കും സിമ്പിളായിട്ട് പറഞ്ഞെങ്കിൽ വളരെയധികം വിഷമം, സമ്മർദ്ദം, ഭയം, അതുപോലെ ചില സമയത്ത് അമിതമായിട്ടുള്ള സന്തോഷങ്ങൾ, ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതായത് നമുക്ക് പെട്ടെന്ന് കോപ്പപ്പ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആ ഒരു പ്രഷർ, സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി കരച്ചിൽ എന്നുള്ള ഒരു മാർഗം ഉപയോഗിക്കുന്നു. അതൊരു ഇമോഷണൽ ആയിട്ടുള്ള റിലീസാണ്. ശരീരം സ്വയം ശാന്തമാകുന്നൊരു മാർഗം. അത് അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഈ കരയുന്ന ആളുകളെല്ലാം വളരെ വീക്കായിട്ടുള്ള ആളുകളോ ഒന്നുമല്ല. അത് നമ്മുടെ ചുറ്റുമുള്ളവർ മനസ്സിലാക്കുന്നില്ല. ഒരാൾ കരയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകും, ഷീസ് വീക്ക് അല്ലെങ്കിൽ ഹീസ് വീക്ക് എന്നുള്ളത്. അത് എന്താ പറയാന്ന് വെച്ചാൽ അത് ഉം, എന്താ അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെ വിചാരിക്കുന്നു, അയാൾ വീക്കാണ് അല്ലെങ്കിൽ അവൻ വീക്കാണ് എന്നുള്ളത്. സോ വൈ ഡു പീപ്പിൾ ക്രൈ? അവർ സെൻസിറ്റീവ് ആയതുകൊണ്ടായിരിക്കാം. സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ സമൂഹത്തിൽ. അവർ ചില പ്രതീക്ഷകളെ അവർക്ക് ഏൽക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായത് കൊണ്ടായിരിക്കാം അവർ കരയുന്നത് അല്ലേ? അതുപോലെ തന്നെ നമ്മൾക്ക് ഇമോഷണലി ഓവർലോഡ് വരുമ്പോഴും സിറ്റുവേഷൻ ഫീൽസ് ടു മച്ച്, സോ വി വിൽ സേ ഇൻസൈഡ് വി ഹാവ് ടു റീസെറ്റ്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലും നമ്മൾ കരഞ്ഞു പോകാം. ക്രൈങ് റെഡ്യൂസസ് ടു മച്ച് സ്ട്രെസ്. അങ്ങനെ തോന്നിയിട്ടില്ലേ? നമ്മുടെ മൈൻഡിൽ വരുന്ന ടു മച്ച് ആയിട്ടുള്ള സ്ട്രെസ് ഉണ്ടാവുമ്പോൾ അങ്ങനെ കരഞ്ഞു തീർത്തിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനമാണെന്നുള്ളത് അല്ലേ? ഇനി നമ്മുടെ സമൂഹത്തിൽ പറയുന്ന കുറേ കാര്യങ്ങൾ, സെൻസിറ്റിവിറ്റി മാറ്റേഴ്സ്. അയാൾ ഭയങ്കര സെൻസിറ്റീവാണ്, അല്ലെങ്കിൽ അവൻ ഭയങ്കര സെൻസിറ്റീവാണ്, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും കരയും. സം പീപ്പിൾ ക്രൈ ഈസിലി ബിക്കോസ് ദേ ഫീൽ ഇമോഷൻസ് ഡീപ്ലി. ചില ആളുകൾ കരയുന്നത് എന്തുകൊണ്ടാണ്? ഇമോഷൻസ് ഡീപ്പായിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ്. ദേ ആർ മോർ എംപതറ്റിക്, അല്ലെങ്കിൽ അവർ ഇമോഷൻസിനെ പ്രോസസ്സ് ചെയ്യണത് കൂടുതൽ ഇൻറ്റേർണലി ആയിട്ടാണ്. അല്ലാണ്ട് ചുമ്മാ വർത്താനം പറഞ്ഞ് അങ്ങനെ കളയുന്ന ഒരു ഇതല്ല. പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇമോഷൻ അവർ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്. ഹാവ് മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള നെർവസ് സിസ്റ്റം, അങ്ങനെയും ചിലപ്പോൾ പറയാമല്ലോ. ഇറ്റ് ഡസൻറ്റ് മീൻ ദേ ആർ വീക്ക്, ഇറ്റ് മീൻസ് ദെയർ ഇമോഷണൽ റെസ്പോൺസ് സിസ്റ്റം ഇസ് മോർ റെസ്പോൺസീവ്. നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പെട്ടെന്ന് റിയാക്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്തരം കരയുന്ന ആളുകൾ എല്ലാവരും വീക്കൊന്നല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ചില പാസ്റ്റ് എക്സ്പീരിയൻസ് നമ്മുടെ റിയാക്ഷനെ ഷേപ്പ് ചെയ്യും. സ്ട്രോങ് മെമ്മറീസ്, അതുപോലെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് പണ്ടൊരു വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് റിലേറ്റ് ചെയ്ത് കരയും. ചില ആളുകൾ സിനിമ കണ്ടിരുന്ന് കരയാറില്ലേ? എന്തുകൊണ്ട്? അത് അവർ വീക്കായതുകൊണ്ടാണോ? അല്ല, അവർക്ക് സിമിലർ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ആ സിനിമയോടോ അല്ലെങ്കിൽ അവർ ആ ഫിക്ഷനോടോ ഇഴചേർന്ന് അവരും എംപതറ്റിക്കായി, അല്ലെങ്കിൽ അവരും ഇത്തിരി സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് അവർ കരയുന്നത്. അതുപോലെ അവർക്ക് ആ കരച്ചിൽ ഫീൽ ചെയ്യുമ്പോൾ ദേ ആർ അലൗഡ് ടു ബി സേഫ് എന്നുള്ളൊരു ഫീല് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇമോഷണലായിട്ടുള്ള ഔട്ട് ബ്രേക്സ് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ചില സമയത്ത് കരയുന്നത് വി കനോട്ട് എക്സ്പ്രസ് അവർ ഇമോഷൻസ് ഇൻ വേർഡ്സ്. അപ്പോൾ നമ്മുടെ ലാംഗ്വേജ് കൊണ്ട് നമുക്ക് ഐ എം ഹേർട്ട് ആൻഡ് ഐ എം ഓവർവെൽംഡ്, ഐ കെയർ യു എ ലോട്ട്, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കരച്ചിലിങ്ങനെ വരില്ലേ? ദിസ് മാറ്റേഴ്സ് ടു മീ. നമ്മൾ റിയലായിട്ട് പറയുന്നുണ്ടെങ്കിൽ കരച്ചിൽ എന്ന് പറഞ്ഞൊരു വീക്ക്നെസ് അല്ല. കരച്ചിൽ, ഒരാൾ കരയുമ്പോൾ വാട്ട് ഹാപ്പൻസ്, ഇറ്റ് റിലീസസ് ടെൻഷൻ, ഇറ്റ് റെഗുലേറ്റ്സ് ഇമോഷൻസ്. കൂടുതലായിട്ടുള്ള ടെൻഷനെല്ലാം റിലീസാവുന്നു.
അതുപോലെ ഇമോഷൻസ് എല്ലാം ഒന്ന് റെഗുലേറ്റ് ആവുന്നു. ആൻഡ് സംടൈംസ് സം പീപ്പിൾ ക്രൈ ടു ആസ്ക് ഫോർ കംഫർട്ട്, ആരെങ്കിലും ഒന്ന് ആശ്വസിപ്പിച്ചാൽ മതി എന്ന് വിചാരിച്ച് അയാൾ കരയുന്നു. ടു റിസ്റ്റോർ ബാലൻസ്. ഓക്കെ, അല്ലാതെ അയാൾ ബലഹീനനായതുകൊണ്ടോ അയാൾ വീക്കായതുകൊണ്ടോ അല്ല. അയാളുടെ ഓവറോൾ പേഴ്സണാലിറ്റി നോക്കിയാൽ മേ ബി ഹീ ഈസ് എ സ്ട്രോങ്ങസ്റ്റ് വൺ ഹൂ ഫേസസ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ഓക്കെ, സോ നിങ്ങളുടെ ഒപ്പം ഇരുന്ന ഒരാൾ കരയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മുന്നിലിരുന്ന ഒരാൾ കരയുന്നുണ്ടെങ്കിൽ, ഡോണ്ട് ടെൽ ഹിം ഓർ ഹർ ദാറ്റ് യു ആർ വീക്ക്. അല്ലെങ്കിൽ മറ്റുള്ളവരോട് നിങ്ങൾ പറയരുത് അവനെ എപ്പോഴും കരയണ ആളാണ്, അവളെ എപ്പോഴും കരയണ ആളാണ്, അവൾ മിണ്ടുന്ന കാര്യത്തിന് കരയും, അവളോട് ഒന്നും സംസാരിക്കാൻ പറ്റില്ല, അങ്ങനെയൊന്നും പറയരുത്. മേ ബി ഹീ ഓർ ഷീ ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് വൺ ഇൻ ദ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അതിലും വലുത് അവളും ചലഞ്ചസ് ഓവർകം ചെയ്തിട്ടുള്ള ഒരാളായിരിക്കാം. സോ നമ്മളൊരാളെ ജഡ്ജ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണം നമ്മളെങ്ങനെയാണ് ആ സിറ്റുവേഷൻ ഫേസ് ചെയ്തത്, അവരെങ്ങനെയാണ് അത് ഫേസ് ചെയ്തതെന്ന്. കരയണ ആൾക്കാരൊന്നും വീക്കല്ല, ദേ ആർ സ്ട്രോങ്ങർ ദാൻ യു തിങ്ക്. നിങ്ങൾ കരയുന്ന ആളാണോ പെട്ടെന്ന് കരച്ചിൽ വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വികാരങ്ങൾ നിങ്ങൾ മറച്ചു വയ്ക്കുമോ, അല്ലെങ്കിൽ മറ്റൊരാൾ കരയുമ്പോൾ നിങ്ങൾ ഓവറായിട്ട് അയാളെ ജഡ്ജ് ചെയ്യാറുണ്ടോ? ഞാനൊക്കെ എപ്പോഴും കരയുന്ന ആളാണ്, എന്നെ എപ്പോഴും എല്ലാവരും ജഡ്ജ് ചെയ്യാറുണ്ട് പെട്ടെന്ന് കരയുന്ന ആളെന്ന് പറഞ്ഞിട്ട്. ഞാനതുകൊണ്ട് ആരെങ്കിലും പരിചയപ്പെട്ട് ആദ്യം പറയും ഞാൻ ഇത്തിരി സെൻസിറ്റീവാണ് കേട്ടോ എന്ന്. കാരണം എന്നെ കരയിപ്പിക്കരുത് എന്ന് വിചാരിച്ച് പറയുന്നതാണ്, പക്ഷെ അത് കേൾക്കുന്ന ആൾക്കാർ കൂടുതലായിട്ട് കരയിപ്പിക്കാറുണ്ട്. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ അനുഭവം ഉണ്ടോ? പിന്നെ കരച്ചിൽ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ടോ, നമ്മൾ സ്വയം ഒന്ന് മാറാൻ ശ്രമിക്കാറുണ്ടോ? ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എങ്കിൽ എനിക്ക് എഴുതൂ കമൻറ്റ് ബോക്സിൽ. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ ജിത.